അൽഹംദുലില്ലാ, സുനിത വില്യംസിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഖുർആൻ സത്യമാണെന്നാണ്. ഇനി എൻ്റെ ഗവേഷണം ഖുർആനിലെ ശാസ്ത്രത്തെക്കുറിച്ചായിരിക്കും. ഈ ഒരു ചിത്രവും ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജും ഇന്നലെ മുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഇത് ഫേക്ക് മെസ്സേജാണ്. ഇങ്ങനൊരു സംഭവമില്ല. ഇസ്ലാമിൻ്റെ ശത്രുക്കളും യുക്തിവാദികളും നാസ്തികരും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പരിഹസിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഫേക്കാണ്. സുനിത വില്യംസ് ഭക്ഷണം തീരാറായപ്പോൾ മുസ്ലിങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ രാവിലെയും വൈകുന്നേരവും മാത്രം കുറേശ്ശെ ഭക്ഷണം കഴിച്ചു, ഒരു പ്രത്യേക ഉന്മേഷവും ഉണർവും തോന്നിയെന്നും അതേപോലെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പല കള്ളത്തരങ്ങളും ഈ ടെക്സ്റ്റ് മെസ്സേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാവപ്പെട്ട സാധാരണക്കാരായ ഇസ്ലാം മത വിശ്വാസികൾ ഇതൊക്കെ സത്യമാണെന്ന ധാരണയിൽ ഇത് ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഇസ്ലാമിക ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളാരും ഇത് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കരുത്. കാരണം ഇത് ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി യുക്തിവാദികളാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ പടച്ചുണ്ടാകുന്നത്. പണ്ട് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോയപ്പോൾ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ 2 സ്ഥലങ്ങൾ പ്രകാശിക്കുന്നതായിട്ട് കണ്ടെന്നും അത് മക്കയും മദീനയുമാണെന്നും അതേപോലെ ചന്ദ്രനിൽ വെച്ച് ബാങ്ക് വിളി നീൽ ആംസ്ട്രോങ് കേട്ടെന്നും അങ്ങനെയൊക്കെയുള്ള പല വ്യാജ പ്രചരണങ്ങളും മുമ്പ് കാലത്തെ ഇവിടെ യുക്തിവാദികളും മറ്റുള്ളവരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല പാവപ്പെട്ട സാധുക്കളായ ഇസ്ലാം മത വിശ്വാസികളും ഇതൊക്കെ തെറ്റിദ്ധരിച്ച് വിശ്വസിച്ചു പോകുന്നൊരവസ്ഥയാണുള്ളത്. കുറേ നാൾ മുമ്പ് ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു യുക്തിവാദിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്: ഇതേപോലുള്ള സർക്കാസം പോസ്റ്റുകൾ എഴുതി ഉണ്ടാക്കി വിടുക. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇതുപോലെ ടോമി സെബാസ്റ്റ്യൻ മുമ്പ് എഴുതി വിട്ടിരുന്നു. ഇത് കിട്ടിയ പാടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇസ്ലാമിക ഗ്രൂപ്പുകളിലുമൊക്കെ ഇവരുടെ ഫേക്ക് ഐഡികൾ, ഫേസ്ബുക്ക് ഇസ്ലാമിക് ഗ്രൂപ്പുകളിലൊക്കെ ഫേക്ക് ഐഡികളിലുള്ള പല നാസ്തികരും ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്യും. പാവപ്പെട്ട ഇസ്ലാം മത വിശ്വാസികൾ ഇതൊക്കെ സത്യമാണെന്ന് കരുതിക്കൊണ്ട് ഷെയർ ചെയ്യും. അന്നുള്ള കോണ്ടൻറ്റുകൾക്ക് വക കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന യൂട്യൂബേഴ്സും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇതൊക്കെ സത്യമാണെന്ന രൂപത്തിൽ യാതൊരു തരത്തിലും റെഫർ ചെയ്യാതെ, അതൊന്നും ഫാക്ട് ചെക്ക് പോലും ചെയ്യാതെ വീഡിയോ ചെയ്ത് ആകെ നാണക്കേടിലായ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ടോമി സെബാസ്റ്റ്യൻ്റെ പല്ലിയുമായി ബന്ധപ്പെട്ട ഇതുപോലൊരു സർക്കാസം പോസ്റ്റ് മുമ്പൊരിക്കൽ ഒരു ഉസ്താദ് വീഡിയോ ചെയ്തു. കിട്ടിയ പാടെ അതെടുത്തൊരു വീഡിയോ ആക്കി മാറ്റി. ഉസ്താദ് അത് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ അത് നാസ്തികർ അതിന് മുമ്പ് തന്നെ അത് കിട്ടിയപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുകയും പിന്നീട് കുറേ നാൾ ഇതിങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ വലിയ ആഘോഷത്തോടു കൂടി അവർ കൊണ്ടാടുകയും ചെയ്തു. അപ്പോൾ ഈ സർക്കാസം എന്താണെന്ന് മനസ്സിലാവാത്തവരാണ് ഇതിൽ വീണു പോകുന്നത്. ഈ ഒരു പല്ലിയുമായി ബന്ധപ്പെട്ട ഈ ഒരു മെസ്സേജ് നോക്കിയാൽ നമുക്ക് കാണാം. ഇതിനകത്ത് ടോമി സെബാസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നെതർലൻഡിലുള്ളൊരു ശാസ്ത്രജ്ഞൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് പല്ലിയെ നിരീക്ഷിച്ചപ്പോൾ പല്ലിയുടെ ശരീരം അണുവായുധ ഫാക്ടറിയേക്കാളും അപകടകരമാണ്. ഈ പല്ലിയുടെ ശരീരത്തിൽ നിന്ന് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഉമ്മമാരും പാവപ്പെട്ട സഹോദരിമാരും നിഷ്കളങ്കരായ വിശ്വാസികളും വിചാരിക്കും ഇതെന്തോ വലിയ വിഷവാതകമാണ് പല്ലിയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വിടുന്നത്, ഏതോ ശാസ്ത്രജ്ഞൻ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കണ്ടുപിടിച്ചതാണ്, കണ്ടില്ലേ ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ് ഇതിൻ്റെ ശരീരത്തിൽ നിന്നിങ്ങനെ ഓരോ സെക്കൻഡിലും പുറന്തള്ളപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ഇത് ഷെയർ ചെയ്യും. എന്താണ് ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ? ഡൈഹൈഡ്രജൻ എന്ന് വെച്ചാൽ 2 ഹൈഡ്രജൻ, മോണോ ഓക്സൈഡ് എന്ന് വെച്ചാൽ 1 ഓക്സിജൻ. അപ്പം H2O എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, വാട്ടർ, വെള്ളമാണ്. അതിനെ ഈ വെള്ളത്തിന് അല്ലെങ്കിൽ H2O എന്നതിനെ ഒന്ന് മാറ്റി എഴുതി, പെട്ടെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത രൂപത്തിലേക്കൊന്ന് എഴുതി, എന്നിട്ട് അവർ ഇത്തരത്തിലുള്ള പല കൃത്രിമങ്ങളും ചേർത്താണ് ഇവർ മെസ്സേജുകൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ശാസ്ത്രജ്ഞരുടെ പേരായിട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും ഫുട്ബോൾ കളിക്കാരുടെയോ ക്രിക്കറ്റ് കളിക്കാരുടെയോ ഒക്കെ പേരായിരിക്കും. അപ്പോൾ ഇതൊന്നും കേട്ടുപരിചയമില്ലാത്ത പാവപ്പെട്ട സാധാരണക്കാരായ ഇസ്ലാം മത വിശ്വാസികൾ ഇത് ഒറിജിനൽ ശാസ്ത്രജ്ഞനാണെന്നും ഇത് ഒറിജിനൽ യൂണിവേഴ്സിറ്റി ആണെന്നും ഇത് ഒറിജിനൽ ശാസ്ത്രീയ പഠനമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിനു മുമ്പും ടോമി സെബാസ്റ്റ്യൻ ഇതുപോലൊരു വികൃതി കാണിച്ചിരുന്നു. ഇദ്ദയുടെ ശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു സർക്കാസം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഏതോ ഒരു ഉസ്താദ് അതിൽ ചെന്ന് കൊത്തുകയും അതൊരു വീഡിയോ പോലെ ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. നമ്മൾ ഈ മെസ്സേജുകളിൽ പറയുന്ന ശാസ്ത്രജ്ഞരുടെ പേര് നാം സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒറിജിനലി ശാസ്ത്രജ്ഞരായിരിക്കില്ല. ചിലപ്പോൾ വല്ല ഫുട്ബോൾ കളിക്കാരോ അല്ലെങ്കിൽ വല്ല വെബ് സീരീസിൽ അഭിനയിക്കുന്ന ആൾക്കാരോ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ പേരുകൾ ശാസ്ത്രജ്ഞന്മാരെ പേര് പോലെ ആക്കി കൊടുത്തിട്ടാണ് ഇവർ വിശ്വാസികളെ കബളിപ്പിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സുനിത വില്യംസിൻ്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ മെസ്സേജിൻ്റെ ഉറവിടം എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതിലെ കുറച്ച് ടെക്സ്റ്റ് മെസ്സേജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു റിസൾട്ടാണ് കാണുന്നത്. ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് റൂബി എന്ന് പറയുന്ന 175K ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ടിലാണ് ഇത് ആദ്യമായി ഷെയർ ചെയ്യപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് മുമ്പ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല.
ഇതിനകത്ത് ഏകദേശം കമൻറ്റുകൾ നോക്കിയാലും മനസ്സിലാവും, എല്ലാവരും പറയുന്നത് ഫേക്കാണ്, ഇത് തെറ്റാണ്, ഇത് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടും ഇവർ ഈ പോസ്റ്റ് ഇതുവരെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഒരു മുസ്ലിം പ്രൊഫൈൽ പിക്ചറും അതേപോലെ ഒരു ഇസ്ലാമിക് കവർ പേജും ഒക്കെ കൊടുത്തിട്ട് ഇത് ഏതോ യുക്തിവാദികളോ അല്ലെങ്കിൽ ഏതോ ഇസ്ലാം വിരോധികളോ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഫേസ്ബുക്ക് പേജ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ മറ്റു പോസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ ചില ഇസ്ലാമിക് പോസ്റ്റുകളും കാണുന്നു. ചിലപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് കുറേ ഇസ്ലാം മതവിശ്വാസികളെ ഫോളോവേഴ്സായിട്ട് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ചെയ്തേക്കാം. നമുക്ക് സത്യം എന്താണെന്ന് അറിയില്ല. ഇതിൻ്റെ പിന്നിൽ നിഷ്കളങ്കരായ മതവിശ്വാസികളാണോ അതേ ഒട്ടും നിഷ്കളങ്കരല്ലാത്ത യുക്തിവാദികളാണോ ഈ പേജിൻ്റെ പിന്നിലെന്ന് അറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളും മെസ്സേജുകളും വ്യാജ സന്ദേശങ്ങളുമൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഇത്തരം ഫേസ്ബുക്ക് പേജുകളിൽ നിന്നൊക്കെ നാം അൺഫോളോ ചെയ്യുകയും പറ്റുമെങ്കിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിരോധ മാർഗ്ഗം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രചരണങ്ങളിലും നാം വീണു പോകാതിരിക്കുക.